വളരെയധികം ടെക്നോളജി വളരെ ഫാസ്റ്റ് ഗ്രോത്തിലാണ് പോകുന്നത്. ഡിജിറ്റൽ എക്സ്റേസ്, CTs, MRIs ഒക്കെ ഒരു ഡോക്ടർ കണ്ട് ഫൈൻഡിങ്സ് കണ്ടെത്തുന്നതിനേക്കാൾ വേഗത്തിലും ആക്യുറേറ്റ് ആയിട്ടും സിസ്റ്റത്തിന് ഡേറ്റ അനലിറ്റിക്സ് വഴി സജഷൻസ് തരാനും ഡോക്ടർ അത് കൺഫേം ചെയ്യാനും. അവിടെ ഞാൻ വളരെ വ്യക്തമായിട്ടാണ് പറയുക, ഡിസിഷൻസ് മേക്ക് ചെയ്യാനുള്ള സിസ്റ്റമായിട്ട് ഇന്നും അപ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല. പല അൽഗോരിതംസും ഡോക്ടേഴ്സിനെ സഹായിക്കുന്ന സിസ്റ്റമായിട്ടാണ് അപ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എസ്പെഷ്യലി ഇമേജിങ്ങിൽ വലിയൊരു ഗ്രോത്ത് വന്നിട്ടുണ്ട്. ആ ഗ്രോത്ത് ഇങ്ങനെയാണ്, നമുക്കിപ്പം എക്സ്റേ ഒക്കെ ഹാംഫുൾ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. CTയും ഓഫ് കോഴ്സ്, MRI, എക്സ്റേസ് ഉപയോഗിക്കുന്നില്ലെങ്കിലും അനദർ വൺ വേയിൽ അത് അല്പം പ്രശ്നം മനുഷ്യ ശരീരത്തിന് എപ്പോഴും ഉണ്ടാകും. സോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് തെർമൽ ഇമേജിങ് വളരെ അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. സോ ഇന്ന് തെർമൽ ഇമേജിങ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ സംഭവിക്കുന്ന ഏതൊരു വേരിയേഷനെയും വളരെ ഫാസ്റ്റ് ആയിട്ട്, ഈസി ആയിട്ട്, ആക്യുറേറ്റ് ആയിട്ട് ഫൈൻഡ് ചെയ്യാനുള്ള ഇന്നോവേഷൻസ് വളർന്നു കഴിഞ്ഞു. അത് ഒരു പ്രിലിമിനറി സ്റ്റേജൊക്കെ കടന്നു. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ OPDയിലേക്ക് കടന്നു വരുന്ന ഒരു പേഷ്യന്റ് ഡോറ് കടന്നു വരുമ്പോൾ CTയോ MRIയോ മറ്റൊക്കെ എടുത്തതിനേക്കാൾ വ്യക്തമായിട്ട് എൻ്റയർ ബോഡിയുടെ വേരിയേഷൻസിനെ മനസ്സിലാക്കാനുള്ള കഴിവിലേക്ക് സിസ്റ്റംസ് എത്തിക്കഴിയുന്നുണ്ടാവും. അപ്പോ സ്വാഭാവികമായിട്ടും ടെക്നോളജി ആ രീതിയിലേക്ക് മാറുമ്പോൾ ഒരു ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിലേക്കും HISലേക്കും ഒന്നും ഒരു മെഡിക്കൽ കോളേജ് ഫോക്കസ് ചെയ്താൽ പോരാ, ഡോക്ടേഴ്സ് ഫോക്കസ് ചെയ്താൽ പോരാ, സാധാരണ ഒരു ഹോസ്പിറ്റൽ പോലും അങ്ങനെ ഫോക്കസ് ചെയ്താൽ പോരാ, ഈവൻ നമ്മുടെ ക്ലിനിക്കുകൾ പോലും അങ്ങനെ ഫോക്കസ് ചെയ്താൽ പോരാ. അതുകൊണ്ടാണ് ഞാൻ ഇൻഡസ്ട്രിയിൽ ആരും അധികം ഡിസ്കസ് ചെയ്യപ്പെടാത്ത ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ടൈമിലേക്ക് വരുന്നത്. കാരണം ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒന്നുകൂടെ അതിന് മാറ്റം വന്നു. നമ്മളുടെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലെ ഡിസിഷൻ മേക്കിംഗ് സപ്പോർട്ടിംഗ് സിസ്റ്റത്തെ അഡ്രസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഇലക്ട്രോണിക്, നമ്മൾ വിളിക്കുന്ന കമ്പ്യൂട്ടറൈസ്ഡ് റോബോട്ടിക് എക്യുപ്മെന്റ്സ് പ്ലസ് ഡേറ്റ കമ്പൈൻഡ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡോക്ടറുടെ ഡിസിഷൻ മേക്കിങ്ങില് സപ്പോർട്ട് കിട്ടുക എന്നതാണ് ഫൈനൽ റിസൾട്ട് ആയിട്ട്. നിങ്ങൾ ഗൂഗിളിലൊക്കെ ഈ ഒരു വേർഡ് സെർച്ച് ചെയ്താൽ അത് എത്രമാത്രം വൈഡ് ആസ്പെക്റ്റിലാണ് ഇന്ന് ഡെവലപ്പ് ചെയ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് എന്ന കൺസെപ്റ്റിലാണ് ഇതിനെ കാണുന്നതെങ്കിൽ നമ്മുടെ പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ ഗാദർ ചെയ്യുന്ന ഡേറ്റാസ് നാളത്തെ റിസർച്ച് ഡേറ്റയാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ ആ ഡേറ്റ സ്വീകരിക്കാനായിട്ട് തുടങ്ങും. അപ്പോ സാധാരണഗതിയിൽ ഒരു പേപ്പർ ഫയലിൽ നിന്ന് ഒരു റിസർച്ച് പേപ്പർ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വേണ്ടി വരുന്ന എഫേർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാലങ്ങളോളം നമ്മൾ ചെയ്ത സിമിലർ ഡയഗ്നോസിസിനെ സോർട്ട് ചെയ്യുന്നതിനും അതിലെടുത്ത ഡിസിഷൻ മേക്കിങ്ങിനെ ഫൈൻഡ് ചെയ്യുന്നതിനും ആ ഡിസിഷൻ മേക്കിംഗ് കൊണ്ട് പേഷ്യന്റിനുണ്ടായ വേരിയേഷൻസ് ഫ്യൂച്ചർ ഇൻവെസ്റ്റിഗേഷൻസിലൊക്കെ എങ്ങനെ ആയിരുന്നു എന്ന് തിരിച്ചറിയുന്നതിനും ഒക്കെ വളരെ വലിയ മനുഷ്യന്റെ സമയം അതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഇൻവോൾവ്മെന്റ് ആവശ്യമാണ്. എന്നാൽ അത് ഡിജിറ്റൽ ഡേറ്റയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു ഡയബറ്റോളജിയിൽ കാര്യമായി ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു ഡോക്ടർ പുതിയൊരു ട്രീറ്റ്മെന്റ് ചിന്തിക്കുന്ന സമയത്ത് അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന ട്രീറ്റ്മെന്റിനെ സഡൻ സ്റ്റോപ്പ് ചെയ്യാതെ പുതിയ ട്രീറ്റ്മെന്റിലേക്ക് മാറുമ്പോൾ ഹി വാണ്ട്സ് ടു നോ എന്താണ് ആ വേരിയേഷൻ എന്ന്. ഒരു എക്സാമ്പിൾ വളരെ ചെറിയൊരു കാര്യമായിട്ട് എടുത്ത് പറഞ്ഞാൽ, ഒരു ബ്രാൻഡ് പുതിയത് വന്നിട്ടുണ്ട്, അത് അവര് പറയുന്നു വളരെ എഫക്റ്റീവ് ആണെന്ന്. അത് നമുക്ക് തന്നെ തിരിച്ചറിയണമെങ്കിൽ എനിക്ക് നേരത്തെ റെഗുലർ കൊടുത്തുകൊണ്ടിരുന്ന ബ്രാൻഡിൽ നിന്ന് ഒരു പെർസെൻറ്റേജ് ഓഫ് പേഷ്യൻസിന് ഞാൻ പുതിയ ബ്രാൻഡിലേക്ക് മാറിയപ്പോൾ അതിനുശേഷം അവരുടെ ലാബ് റിസൾട്ടുകളിൽ എന്ത് വേരിയേഷൻ ആണ്, കൂടുതൽ ബെറ്റർ വേരിയേഷൻ ഉണ്ടോ, അത് താരതമ്യേന കുറവാണോ, ആ സ്റ്റഡി നടത്താൻ ഇന്നൊരു ടൈം ഇൻവോൾവ്മെന്റിന്റെ ആവശ്യമില്ല. നമ്മൾ ആ ഇൻഫർമേഷൻസ് സിസ്റ്റത്തിന് ഓൺ ക്ലിക്കില് ഒരു അനലിറ്റിക്സ് ഡേറ്റയാക്കി കൺവേർട്ട് ചെയ്ത് നമുക്ക് തരാനായിട്ട് പറ്റും. സോ ഇന്ന് നമ്മൾ ഡേറ്റ അനലിറ്റിക്സിന്റെ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് ഡേറ്റ ഡ്രിവൺ ആണ്. സോ ഡേറ്റ ഡ്രിവൺ ഒരു വേൾഡിലാണ്
നമ്മൾ ആ ഒരു സംവിധാനത്തെ സ്വാഭാവികമായിട്ടും ഇവിടെ പരിചയപ്പെടുകയാണ് ആദ്യം ചെയ്യുന്നത്.